ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 85 ശ്ലോകം 3-4. അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവതപാംഗസംവർദ്ധിതൈഃ ശ്രിയം നിരുപമാം വഹന്നഹഃ ഭക്തദാസായിദം ഭവന്തമയിമാഗധേ പ്രഹിതവാൻ സ ഭീമാർജുനം. ഗിരിവ്രജപുരം ഗദാസ്തദനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തം മാഗധം. അപൂർണസുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുദ്ധ്വാ സ്ഥിതഃ. അശാന്തസമരോദ്ധതം വിടപപാടനാസജ്ഞയാ നിപാത്യ ജരസസ്സുതം പവനജേന നിഷ്പാട്ടിതം. വിമുച്യ നൃപതീന്മുദാ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിതഗതസ്പൃഹാനപി ച ധർമ്മഗുപ്തൈഃ ഭുവഃ. അശേഷ ദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജഃ വിജിത്യ സഹജൈഃ മഹീം ഭവത് അപാംഗ സംവർദ്ധിതൈഃ ശ്രിയം നിരുപമാം വഹൻ അഹഃ ഭക്തദാസായിദം ഭവന്തം അയി മാഗധേ പ്രഹിതവാൻ സ ഭീമ അർജുനം. ഗിരിവ്രജപുരം ഗതാഃ തദനു ദേവാ യൂയം ത്രയഃ യയാച സമര ഉത്സവം ദ്വിജമിഷേണ തം മാഗധം. അപൂർണ സുകൃതം തു അമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വം അപി രാജയുദ്ധ്വാ സ്ഥിതഃ. അശാന്തസമര ഉദ്ധതം വിടപപാടനാം സജ്ഞയാ നിപാത്യ ജരസഃ സുതം പവനജേന നിഷ്പാട്ടിതം. വിമുച്യ നൃപതീൻ മുദാ സമനുഗൃഹ്യ പരാം ഭക്തിം ദിദേശിത ഗതഃ സ്പൃഹാൻ അപി ച ധർമ്മഗുപ്തൈഃ ഭുവഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ. ആദ്യത്തെ 2 ശ്ലോകത്തിൽ ജരാസന്ധൻ്റെ ദൂതന്മാർ ജരാസന്ധൻ തന്നോട് ജയിലിൽ വെച്ചിരിക്കപ്പെട്ട 20,800 രാജാക്കന്മാരോട് ഒരു ദൂതനും അതേപോലെ നാരദ മഹർഷിയും 2 പേരും ഒരാൾ തങ്ങളെ രക്ഷ പണ്ണണം അപ്പടിங்கிற ശരണാഗതാള വന്ന ദൂതൻ നാരദർ യുധിഷ്ഠിരനോട് രാജസൂയയാഗം നടത്തി തരണമെന്ന് ചൊല്ലിந்து ഉടനെ ഭഗവാൻ രാജസൂയത്തുക്ക് കളമ്പിനാർ ഉദ്ധവർ ചെന്നത്തെ വെച്ചിണ്ട് രാജസൂയം മണ്ണെന്ന എല്ലാവരെയും ജയിക്കണം. അപ്പം 2 വേലയും ഒരേടിയാ നടക്കും ചെന്നത്തെ വെച്ചിണ്ട് ഭഗവാൻ രാജസൂയത്തുക്ക് കളമ്പറാണ്. ഭവതപാംഗ സംവർദ്ധിതൈഃ സഹജൈഃ മഹീം വിജിത്യ. ഭഗവാനോട് എന്തൊരു കടാക്ഷം പോരും. എല്ലാം നന്നാ നടക്കறதுக்கு அப்படின்னு தெரிஞ்சிருந்து ധർമ്മപുത്രർ എന്നെ പണ്ടായിരുന്ന തന്നോട് തമ്പിമാരാന ഭീമനെയും അർജുനനെയും കൂട്ടിந்து கிருஷ்ணர்கிட்ட திக்விஜயம் பண்ணணும் அப்படின்னு சொல்லறார்.
അഹഹ നിരുപമാം ശ്രിയം വഹൻ ധർമ്മജഃ. ആശ്ചര്യം എന്നതെന്നാ ഭഗവത് കടാക്ഷം ഇരുന്നാ എന്നതാം കടയ്ക്കാത്. அந்த ഭഗവാനോട് அந்த അരുൾനാല് அந்த അനുഗ്രഹത്തിനാല് യുധിഷ്ഠിരനുക്ക് രാജശ്രീ അതായത് அந்த ലക്ഷ്മി ദേവി സമ്പത്ത് അപ്പടി നിറയെ വരദാം. ത്വയി അശേഷ ദയിതായുധേ സമാഗതേ സതി അയി. ഇങ്ങ എല്ലാ പത്നിമാരെയും കൂട്ടിന്ത് ഭഗവാൻ വന്നിരിക്കാർ. ഐ ഭക്തദാസായുധം ഭവന്തം സഭീമാർജുനം. ഭക്താളുക്കെല്ലാം ഭക്തജനങ്ങൾക്കെല്ലാം ദാസന മാതിരി പെരുമാറാരാം ഭഗവാൻ കൃഷ്ണൻ. ധർമ്മപുത്രരും അപ്പടി ഒരു ദാസഭക്തിയാക്കും. വാളെല്ലാം ഭഗവാനും എന്താ കുടുംബ പരിവാരങ്ങളെല്ലാവരും വരപ്പെട്ട വാളെല്ലാം വേണ്ട വിധത്തിൽ സത്കരിച്ച് അതുക്കപ്പുറം ഭീമനും അർജുനനെയും കൂട്ടിന്ത് മാഗധേ പ്രഹിതവാൻ. ജരാസന്ധനോട് കാര്യം എന്നെ പണണം ചൊല്ലി കേൾക്കറ. ജരാസന്ധനെ വിട്ട് മീതി എല്ലാവരും അവളെ വന്ന് രാജസൂയத்துக்கு തങ്ങളോട് പങ്ക് എന്നതോ കൊടുത്തു വിടുറോം അപ്പടിന്ന് ചൊല്ല. ജരാസന്ധൻ മാത്രം ഇതൊക്കെ അത്ര കൂട്ടു നിൽക്കാത്ത മാതിരി മാറി നിന്ന് തദനു ദേവ യൂയം ത്രയഃ. അപ്പോൾ യുധിഷ്ഠിരൻ ചൊന്നത്തെ വെച്ചെന്ത് 3 പേര് പോനാളാം. ത്രയഃ ആരെല്ലാം? ദ്വിജ എപ്പടി പോനാന്നാ ദ്വിജമിഷേണ ഗിരിവ്രജപുരംഗതഃ. ഗിരിവ്രജങ്കറ அந்த മഗധ രാജധാനിക്ക് പോനാ കൃഷ്ണരും ഭീമനും അർജുനനും 3 പേരും ദ്വിജമിഷേണ ബ്രാഹ്മണാളെ മാതിരി വേഷം പൊട്ടുന്നത് പോനാളാം. അതൊക്കെ കാരണമുണ്ട്. ജരാസന്ധൻ കൃഷ്ണരുടെ 18 വാട്ടി യുദ്ധത്തിന് പോനാൻ നമ്മൾ നേരത്തെ പാത്തോ നിറയെ അക്ഷൗഹിണികളെ കൃഷ്ണരും ബലരാമരുമാ എല്ലാവരും ഇല്ലായിക്ക് ആക്കി വെച്ചിട്ട് ജരാസന്ധനെ മാത്രം തിരിപ്പിച്ചില്ലേന് പേർ. അപ്പം എന്താ കടശി 18ാவது വാട്ടി പോർത്ത് ജരാസന്ധൻ அந்த ബ്രാഹ്മണാളെല്ലാം നമസ്കാരം പണ്ണുവന്. കാലലമ്പി വാൾക്ക് പൂജ വേണ്ട മാതിരി പൂജ പണി ദാനമെല്ലാം കൊടുത്ത് നമസ്കാരം പണ്ണർത്ത് വിജയീ ഭവാ ചൊന്നാളമവ. അപ്പോൾ இந்த ബ്രാഹ്മണാളോടെല്ലാം ആശീർവാദം വാങ്ങിയെന്ന് വന്നിരിക്കാറ്. എന്നാലും കൃഷ്ണർ പാത്താരം ഇവനെ വേറെ കൂട്ടി എന്താ യവനെ കാലയവനെ വേറെ കൂട്ടിന്ന് വന്നിരുന്നാരാ. ഇവൻ ജരാസന്ധൻ ഭയந்த മാതിരി ഓടി அந்த മലയ്ക്കുള്ള പോയി മുചുകുന്ദനോട് ദൃഷ്ടി പതിച്ച് യവനെ ഭസ്മമാക്കി അങ്ങേന്ത് കൃഷ്ണർ നേരെ ദ്വാരകയ്ക്ക് വന്നുവിട്ട. അപ്പോൾ ഞാൻ ജയിച്ചുട്ട് കൃഷ്ണർ എന്നെ ഭയന്തെന്ന് ഓടിവിട്ട அப்படின்னு ജരാസന്ധനുക്ക് ரொம்ப സന്തോഷമാച്ചാ. അപ്പോൾ എന്താ ബ്രാഹ്മണാൾക്ക് എന്നെ കേട്ടാലും കൊടുപ്പന ജരാസന്ധൻ. അതെന്നാണെങ്കിൽ ഭഗവാൻ എന്താ ബ്രാഹ്മണ വേഷത്തിലെ പോറ. ഭീമനും അർജുനും കൃഷ്ണരും 3 പേരും ബ്രാഹ്മണ വേഷത്തിലേക്കും പോറ. തം മാഗതം സമരോത്സവം യയാജ. മഗധാധിപതിനിട്ട് പോന ജരാസന്ധൻ്റെ പോയി കാർത്താലവനന്ദ സന്ധ്യാവന്ദനം പ്രാതകാര്യങ്ങളെല്ലാം പണിയിട്ട് ഒക്കാന്തിരിക്കുന്ന സമയത്തിൽ പോയി എന്നെ വേണം പാത്തപ്പോഴേ ജരാസന്ധനക്ക് വാളെന്നൊരു പന്തികേടിരിക്കെ ബ്രാഹ്മണാളെല്ലാം ரொம்ப ശോഷിച്ച് എല്ലാം ഇരിപ്പായിപ്പോ നല്ല 3 പേരും ഭീമനെ പാത്താനാലേ തെരിയുമേ ഒരു ബ്രാഹ്മണാളും ഇപ്പിടി ഇരിപ്പാളാന്നെല്ലാം തോന്നിത്താൻ ജരാസന്ധനക്ക്. അപ്പം അങ്ങ് പോയി എന്നെ വേണം உங்களுக்கு കേളുങ്കോ ചെന്നപ്പോൾ ദ്വന്ദ്വയുദ്ധം സമരോത്സവം ദ്വന്ദ്വയുദ്ധം വേണം അപ്പടിന്ന് കേട്ടാളാം. യയാജ കേൾക്കുകയൊക്കെ ചെയ്ത. അപ്പം അന്ത സമയത്തിൽ ബ്രാഹ്മണ എന്നെ കേട്ടാലും കൊടുക്കണം. ബ്രാഹ്മണ ആരും ഇതുവരേക്കും യുദ്ധം കേട്ടത് കിടയാത്. അപ്പം കൊഞ്ചം കൂടി ഇവനക്ക് സന്ദേഹം ജാസ്തിയാച്ച.
ത്വം അപി അപൂർണസുകൃതം അമും തു പവനജേന സംഗ്രാമയൻ. പുണ്യം ഒട്ടുമില്ലാത്ത ജരാസന്ധൻ എന്താ ഭീമസേനനുമായിട്ട് യുദ്ധത്തിൽ ഇറങ്ങറ. അത് കഴിഞ്ഞ് ചൊല്ലിവിടുക. ഇപ്പം ശരി ചൊല്ലിവിടുക. കാർത്താലം എന്താ കേട്ട് ബ്രാഹ്മണ വേഷത്തിൽ വന്നപ്പോൾ ശരി ദ്വന്ദ്വയുദ്ധം വേണമെന്ന് ശരി ചൊല്ലിവിടുക. അപ്പടി ഭീമനും ഇപ്പം നിങ്ങളാര് നിജമാ ചൊല്ലുമ്പോൾ ബ്രാഹ്മണ ആരും ഇതുവരെയ്ക്കും ഇന്നമാതിരി കേട്ടത് കടാതെ ചൊല്ലടത്ത് അതായത് ഭീമനാക്കും, ഇത് അർജുനനാക്കും, കൃഷ്ണനാക്കും. ഇപ്പോൾ ദ്വന്ദ്വയുദ്ധമാ ശരി. എന്താ കൃഷ്ണനെ കൂടെ ഞാൻ പണ്ണമാട്ടെ എന്നാ 18 വാട്ടി എങ്കട്ട യുദ്ധം പണിയിട്ട് 18ാவது വാട്ടി ഓടിപ്പോനതാക്കും. അവനക്ക് എങ്കൂടെ യുദ്ധം പണ്ണർത്തുള്ള ശക്തി കിടയാതെ ഞാൻ പണ്ണമാട്ടെ കൃഷ്ണൻ കൂടെ. അർജുനും ഭീമനക്ക് തക്കനെയാ. ജരാസന്ധനക്ക് തുല്യമായിരുന്നത് ഭീമൻ താൻ. അതിനാൽ ഭീമൻ കൂടെ യുദ്ധം പണ്ണറേ അപ്പടിയൊന്നും ഇല്ലേ ചൊല്ലറ. ജിഷ്ണുനാ സഹ രാജയുദ്ധ്വാ നിരീക്ഷ്യ സ്ഥിത. കൃഷ്ണരും അർജുനനും ഇവാളോട് യുദ്ധത്തെ പാത്തും തിരിക്കാം. യുദ്ധം എന്ന് പറഞ്ഞാൽ രൊമ്പ അത് ഇതാക്കും. സാധാരണമായി ഇതല്ല. കാർത്താല ഇത്ര മണിക്കുന്ന് ആരംഭിക്കുക, സായങ്കാലം ഇത്ര മണി വരയ്ക്കും യുദ്ധം. വിളയാട്ട് മാതിരി തന്നെ ഇത്. 5 മണിക്ക് அந்த യുദ്ധം മുടിഞ്ഞാൽ എല്ലാവരും ചേർന്നൊക്കാന്ത് ചാപ്പാട് ചാപ്പിടുക, എല്ലാവരും ചേർന്ന് തമാശ വീശിപ്പോൾ അതെല്ലാം ഉണ്ട്. அந்த യുദ്ധத்துக்கு യുദ്ധക്കളത്തിൽ ഇറങ്ങത്തെ മാത്രം തന്നെ அந்த യുദ്ധം വരും. അശാന്ത സമരോദ്ധതം ജരസസുതഃ വിടപ പാടനാസജ്ഞയാ. എന്താ ജരാസന്ധന യുദ്ധം പണ്ണി ഭീമനുക്ക് മുടിയായിക്കായെടുത്ത 27 നാളേക്ക് ഇപ്പിടി യുദ്ധം നടന്നിരുന്നതാണ്. 27ാം നാളേക്ക് സായങ്കാലം വന്ന ഭീമൻ ഞാനാണ് ഇത് ശരിയാവാതെ കൃഷ്ണ, ഇത് നേരെ ചവേ പോകുന്നു തോന്നറുതില്ലേ. കാരണം നിങ്ങൾ രണ്ടുപേരും അതായത് ടൈമൊക്കെ ഉക്കാന്ത് ചാപ്പിടറൾ എന്താ യുദ്ധം പണ്ണർത്ത പാത്തുന്ന അങ്ങ് ഉക്കാന്തിരിക്കൾ. മധ്യാഹ്നത്തെ ചാപ്പാട് പുറത്തെ ചാപ്പിടറൾ, സായങ്കാലത്തെ ചാപ്പാട് രാത്രി എന്താ ജരാസന്ധനോട് അടി മുഴുവൻ കൊള്ളപ്പെട്ടത് നാനാക്കും. അതിനാൽ ഇത് ശരിപ്പെട്ടു വരാത്. എനക്ക് ഉടമ്പെല്ലാം വലിക്കരുത്, ഒരു അവസാനവുമില്ലേ, ദിനം യുദ്ധം നടന്നതേരിക്ക് അപ്പടിന്ന് ചെന്നപ്പോൾ നീ കൃഷ്ണൻ ഇതൊക്കെ പോംവഴി ഉണ്ടാക്കണം അപ്പടിന്ന് ചെന്നതും ഭഗവാനിരിക്കെ വലിക്കറിടമെല്ലാം കയ്യാലെ തടവി കൊടുത്തപ്പോൾ എന്താ വലിയെല്ലാം മാറി തിരുപ്പിയും ഭീമസേനനക്ക് എന്തൊരു എനർജി ലെവൽ കൊഞ്ഞം കൂടി ജാസ്തിയാச்சு. அதுக்கப்புறம் சொல்றார், இந்த ஜராசந்தன் சொல்லப்பட்டது பிறந்த உடனே 2 ശരീരமாக 2 മാംസപിണ്ഡமாக വന്നതാക്കും. ജരാ அப்படிங்கிற പേരിൽ ഒരു കാട്ടിൽ ഇരിക്കപ്പെട്ട ഒരു സ്ത്രീ அந்த 2 കഷ്ണത്തെയും ചേർത്ത് വെച്ചതും അതുക്ക് ഒരു ജീവൻ വന്നതാണ്. 2 മാംസപിണ്ഡമായിട്ടാക്കും പ്രസവിച്ച് വാത്തൂരെ പൊട്ടുവിട്ടാ മാംസപിണ്ഡമാക്കും ചൊല്ലി. ഇത് ജരയിനാല് ഒട്ടിനാല് ജരൈ സന്ധിപ്പിച്ചതിനാല് പേര് ജരാസന്ധൻ. അന്ത ജരാസന്ധനക്ക് അവനെ വധം പണ്ണണമാനാലും തിരുപ്പി ഇതേമാതിരി 2 പീസാക്കി 2 സൈഡിൽ പോടണം. അപ്പടി ആനാത്താൻ അവനക്ക് മരണം വരും. അല്ലാതേക്ക് ഇടിച്ചൊന്നും അവനെ കൊല്ലാൻ മുടിയാതെ. ഇപ്പോൾ അശാന്ത സമരോദ്ധതം യുദ്ധത്തിക്ക് എന്താ യുദ്ധത്തിൽ അപ്പടി ഒരു ആഗ്രഹത്തോടിരിക്കപ്പെട്ട ജരസസുത ജരസയോട് പുത്രൻ ജരാസന്ധൻ വിടപ പാടനാസജ്ഞയ അവനെപ്പടി ഇല്ലാതെക്കാക്കണമെന്ന് ഭഗവാൻ കാട്ടിക്കൊടുക്കറ. ഒരു മരത്തോട് കഷ്ണത്തെ എടുത്ത് കാലാല ഒരു സൈഡിൽ മുതിച്ച് പിടിച്ചിട്ട് ഇന്നൊരു സൈഡ് പിടിച്ചിരുത്തി 2 സൈഡിക്ക് പൊട്ടിക്കൊടുക്കറ. പവനജേന നിഷ്പാടിതം നിപാത്യ. അതേമാതിരി പവനജെന്ന
പവനനോട് പുത്രൻ ഭീമൻ. ഭീമൻ ഒരു കാലിൽ മുതിച്ച് പിടിക്കറാൻ, ഇന്നൊരു കാലെ പിടിച്ച് ജരാസന്ധനെ ഇഴുക്കറാൻ. ഉടനെ അത് ബോഡി 2 പീസായി എടുത്തു. റൈറ്റ് ഹാൻഡിൽ ഇരിക്കപ്പെട്ടത് ലെഫ്റ്റ് സൈഡിൽ പോടുறாൻ, ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കപ്പെട്ടത് റൈറ്റ് സൈഡിൽ പോടുறாൻ. இப்படி 2 சைடுக்கு போட்டு விட்டு விடுறான். நிருபதீன் விமுச்சிய முதா. அதுக்கப்புறம் அந்த பந்தனத்தில் இருந்த அவளை ராஜாக்கന്മാരെല്ലാം பந்தனத்திலேருந்து வெளியில் விடுறா. സമനുഗൃഹ്യ, അവൾക്കെല്ലാം ரொம்ப സന്തോഷമാച്ചാം. പരാം ഭക്തിം ദിദേശിത, അവൾക്ക് அந்த ഭഗവാനോട് അനുഗ്രഹവും കിടച്ചത്, പരമഭക്തിയും കിടച്ചത്. ഗതസ്പൃഹാൻ അപി ഭുവഃ ധർമ്മഗുപ്തൈഹി ദിദേശിത ച. അப்புறம் அந்த ജരാസന്ധനോട് പുത്രനെ അങ്ങ് രാജാവ ആക്കി വാഴ വെച്ച് அந்த பூமி பரிபாலனம் பண்ணன்னு சொல்லி அந்த பையனை அங்கே രാജാവാക്കി ഭീമനും കൃഷ്ണനും അർജുനനുമ തിരുപ്പി ധർമ്മപുത്രരുടെ வரத்தை கிருஷ்ணர் சத்தம் போட்டு சொல்கிறாராம். பீமன் வந்து அந்த ஜராசந்தனை வதம் பண்ணினான். உடனே தர்மபுத்திரர், கிருஷ்ணா, ഉങ്ങളോടൊരു സാന്നിധ്യമില്ലായിക്ക്, ഉങ്ങളോടൊരു ആശീർവാദമില്ലായിക്ക് ഇതൊന്നും നടക്കാതെ. അങ്ങനെ നാനാകം ചെയ്തെന്നൊന്നും ഭഗവാൻ ചൊല്ലിക്കാൻ മാട്ടാൻ, ഭീമനാകം ചെയ്താൻ അപ്പടിന്നാൻ ചൊല്ലു. അപ്പടി അവളെ തിരുപ്പി വരവേക്കാം. ഹരേ കൃഷ്ണ.